Hi friends, welcome back to Happy Life TV. ഡോക്ടർ എറിക് ബേൺ എല്ലാവർക്കും അറിയാം, TA സൈക്കോളജിയുടെ ട്രാൻസാക്ഷണൽ അനാലിസിസ് സൈക്കോളജിയുടെ ഉപജ്ഞാതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ TA ഭാഗമായി 5 റൂൾസ് പറയുന്നിടത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. There is a purpose behind everything. എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ ഒരു പർപ്പസ് ഉണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും എല്ലാ അനുഭവങ്ങളുടെയും പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു അനുഭവം കടന്നു വന്നതിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. എന്തുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ഇങ്ങനെ കടന്നു വന്നു? ഒരു ലക്ഷ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ആ സംഭവത്തിന് ഒരു നന്മയുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അതിനുണ്ട് എന്നുള്ളതാണ്. ആ പോസിറ്റീവ് നമുക്ക് ബോധ്യപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, അങ്ങനെ ഒരു പോസിറ്റീവ് അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ വളരെ പ്രാധാന്യത്തോടു കൂടെ വളരെ ആവേശത്തോടു കൂടെ ടൗണിൽ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം പോകുന്ന ആ ഇൻ്റർവ്യൂ അദ്ദേഹത്തിന് വളരെയധികം വിജയപ്രതീക്ഷയുള്ള ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹത്തിന് വളരെയധികം കോൺഫിഡൻ്റ് ആണ് ആ വിഷയത്തിൽ. ആ ജോലി കിട്ടുകയാണെങ്കിൽ 10-65,000 രൂപ അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടുന്നതാണ്. 10 മണിക്കാണ് ഇൻ്റർവ്യൂ തുടങ്ങുക. 10 മണി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഹാളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ടൗണിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ മനുഷ്യൻ രാവിലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അപ്പുറത്ത് ഒരു ബസ് സ്റ്റോപ്പിലെത്തും. അതുവഴിയാണ് ബസ് കടന്നു പോവുക, ടൗണിലേക്കുള്ള ബസ്. അങ്ങനെ അതിരാവിലെ തന്നെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി ഇദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ആ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ബസ് കിട്ടുന്ന, വേറെ ദൂരെ നിന്ന് എവിടുന്നോ വരുന്ന ബസ്സാണത്. ആ ബസ് കടന്നു പോകുന്ന ആ ബസ് പോയിന്റിലേക്ക് ഇദ്ദേഹം 3 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചുകൊണ്ട് ആ ബസ് കിട്ടാൻ വേണ്ടി 8 മണിക്ക് ഇദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ പോകുന്ന ആ ബസ് കിട്ടാൻ വേണ്ടി ഇദ്ദേഹം അവിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഈ മനുഷ്യൻ അവിടേക്ക് എത്തി. ആ പോയിന്റിലേക്ക് അദ്ദേഹം എത്തുന്ന നിമിഷം, ദ മൊമെന്റ് ഹി റീച്ച്ഡ് ദർ, ജസ്റ്റ് ആ ബസ് അങ്ങോട്ട് പാസ് ചെയ്യുകയാണ്. ഇയാൾ ബൈക്കുമായിട്ട് അടുത്തേക്ക് എത്തുന്ന ആ മൊമെന്റിൽ ആ ബസ് അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. ആ ബസ് അവിടെ നിന്ന് പോകുന്നു. അതൊരു സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് ബൈക്ക് കൊണ്ട് പിന്നാലെ പോയാലോട്ട് കിട്ടത്തുമില്ല. ഇനി അടുത്ത ബസ് വരണമെങ്കിൽ 1 മണിക്കൂർ സമയം കഴിയണം. ഇദ്ദേഹത്തിന് വളരെ വിഷമമായി. വല്ലാതെ ശപിച്ചുകൊണ്ട് തൊണ്ടാരടങ്ങാനായിട്ട് മനുഷ്യനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ശപിച്ചുകൊണ്ട് അദ്ദേഹം അസ്വസ്ഥനായി പല തരത്തിലുള്ള ബോഡി ലാംഗ്വേജും പ്രകടിപ്പിച്ചുകൊണ്ട് ഇയാൾ അവിടെ ഇങ്ങനെ നിന്നൊരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ശക്തമായ ഒരു ഹോണ് അയാൾ കേൾക്കുന്നു. ആ ഹോണ് കേട്ട് അദ്ദേഹം ജസ്റ്റ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ട് മുമ്പ് പോകേണ്ട മറ്റൊരു ബസ് ഒരുപാട് ലേറ്റായി, എവിടെയോ എന്തോ കംപ്ലൈൻ്റ് ആയി കുടുങ്ങിയതാ മറ്റോ ഒന്നും അറിയില്ല. എന്തായാലും അതിൻ്റെ തൊട്ട് മുമ്പ് പോകേണ്ട ബസ് ലൈറ്റൊക്കെ അടിച്ചുകൊണ്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് വളരെ വേഗത്തിൽ ഓടി വരികയാണ്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആനന്ദം അങ്ങോട്ട് പറഞ്ഞു. ആനന്ദം ഒരുപാട് ഉണ്ടാവാൻ തുടങ്ങി അദ്ദേഹത്തിന്. അദ്ദേഹം ഉടനെ തന്നെ റോഡിൻ്റെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൈയൊക്കെ കാണിച്ച് ഉടനെ തന്നെ ആ ബസ്സിൽ ചാടിക്കയറി. ഈ ബസ് മറ്റേ ബസ്സിനെ ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓവർടേക്ക് ചെയ്ത് ആ ബസ് ടൗണിലെത്തുന്നതിൻ്റെയും 10-20 മിനിറ്റ് മുമ്പ് തന്നെ ഈ ബസ് ടൗണിലെത്തി. അപ്പോൾ ആ ബസ്, എനിക്ക് ഒന്നാമത്തെ ബസ് മിസ്സായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ ഒരു നഷ്ടമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ രണ്ടാമത്തെ ബസ് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്, അല്ല അത് എനിക്ക് നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവം ഉണ്ടായത് അത് പോസിറ്റീവിന് വേണ്ടിയായിരുന്നു എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സംഭവങ്ങളിലും ഇങ്ങനെ നമുക്ക് ആ പോസിറ്റീവ് ബോധ്യപ്പെട്ടുകൊള്ളണം എന്നില്ല. ബോധ്യപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന എല്ലാ സംഭവങ്ങളുടെയും പുറകിൽ ഒരു പോസിറ്റീവായിരിക്കും നമുക്കുണ്ടായിരിക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ വിഷമത്തിന് കാരണം, മനസ്സമാധാനം ഇല്ലായ്മക്ക് കാരണം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്ത, നന്മയുണ്ട് എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ബോധ്യപ്പെടാത്ത സംഭവങ്ങളെ അതിനെ പഴിച്ചുകൊണ്ട്, അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, ശപിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ ജീവിതം തള്ളി നീക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏതൊരു സംഭവങ്ങൾക്കും, എന്ത് സംഭവമാണെങ്കിലും, അപകടകരമാണെന്ന് തോന്നുന്ന സംഭവങ്ങളാണെങ്കിൽ പോലും അതിന് ഒരു പോസിറ്റീവ് നമ്മുടെ ജീവിതത്തിലേക്ക് തരാനുണ്ട് എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് ആത്മീയ ചിന്തകന്മാരൊക്കെ പറയുന്ന ഒരു വിഷയമാണ്. മനഃശാസ്ത്ര വിദഗ്ധന്മാരായ ആളുകൾ ഇതിന് അടിവരയിട്ടുകൊണ്ട് ആധുനിക കാലത്ത് പറയുന്നുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്കൊക്കെ ഒരുപക്ഷെ ഉള്ള എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വിഷമങ്ങൾ, കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾ വേണമെങ്കിൽ ഒരു ആക്ടിവിറ്റി എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്.
കഴിഞ്ഞ കാലത്ത് ഒരു 5 വർഷം മുമ്പ് 4 വർഷം മുമ്പ് കഴിഞ്ഞ വർഷം വളരെയധികം നമ്മൾ വിഷമിച്ചിട്ടുള്ള ഒരു സംഭവം എടുത്ത് ആ സംഭവത്തിൽ എനിക്ക് എന്തൊക്കെ പോസിറ്റീവ് ഉണ്ടായിരുന്നു എന്ന്, പോസിറ്റീവ് എന്തായാലും അതിനകത്ത് ഉണ്ട് എന്ന ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഒന്ന് എഴുതി നോക്കിയാൽ 4, 5, 10 ഒക്കെ ആ സംഭവം നമുക്ക് നൽകിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിൽ ഒരു പോസിറ്റീവ് ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും റിയലി നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ സന്തോഷകരമായ നിമിഷങ്ങളാവട്ടെ നമ്മുടെ ജീവിതം മുഴുവനും എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us. ഹാപ്പി ലൈഫ് TV.